ഏറ്റവും കൂടുതൽ തെറ്റിലേക്ക് നീങ്ങുന്നത്. അത് കള്ളാവട്ടെ, കഞ്ചാവട്ടെ, വ്യഭിചാരമാവട്ടെ, ഇതിൽ ഏതിലും നമ്പർ 1 ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ്. എന്താ കാരണം? ഇന്ന് നീ മറ്റുള്ളവന്റെ മോനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ നാളെ ഇതേ ചർച്ച നിന്റെ മോനെ കുറിച്ച് മറ്റുള്ളവർ ചെയ്യും എന്നുള്ളത് നീ ചിന്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ലൈഫ് നമുക്ക് ആനന്ദിക്കാനുള്ളത് തന്നെയാണ്, ആഘോഷിക്കാനുള്ളത് തന്നെയാണ്. പക്ഷെ ആനന്ദം അച്ഛനമ്മമാരെ മുന്നിലായിരിക്കണം, ആഘോഷം നാട്ടുകാരുടെ മുന്നിലായിരിക്കണം. ആനന്ദം ബിവറേജിലാവരുത്, ആഘോഷം ജയിലിലും ആവരുത്. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. സുബൈർ ബാബു. എന്തൊക്കെ വർത്താനം? ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്നതാണല്ലോ ക്യാപ്ഷനിലുള്ളത്. എന്താണ് നമ്മുടെ ജീവിതം നമ്മളെ പഠിപ്പിച്ചത്? എന്താണ് പഠിപ്പിച്ചത് പറയൂ. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു അല്ലേ? ഈ ചെറിയ കാല ലൈഫിൽ നമ്മളൊക്കെ എത്ര ദിവസമാണ് ജീവിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയോ? എത്ര ദിവസമാണ് ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയോ? അറിയില്ല. കൂട്ടി നോക്കിയാൽ മതി. ഒരു മനുഷ്യന്റെ 40, 50, 60, ഏറിയാൽ 70. ഇതാണ് നമ്മുടെ ലൈഫ്. ഏറെപ്പോയാൽ 80. ഇത്രയല്ലേ ഉള്ളൂ. അതിന് മേലൊക്കെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ മുജ്ജന്മ സുഹൃത്ത് അങ്ങനെ എന്തെങ്കിലും കിട്ടേണ്ടി വരും. അപ്പോൾ ഈ 80 വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് നേടി? അല്ലെങ്കിൽ 70 വർഷത്തിനുള്ളിൽ, 40 വർഷത്തിനുള്ളിൽ, 50 വർഷത്തിനുള്ളിൽ എന്ത് നേടി? നമ്മൾ എന്തെങ്കിലും നേടിയോ? എന്തെങ്കിലും പഠിച്ചോ? നിങ്ങൾ ഒന്നും നേടിയിട്ടുമില്ല, ഒന്നും പഠിച്ചിട്ടുമില്ല അല്ലേ? ലൈഫില് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇട്ടാവട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ആ ഇട്ടാവട്ടം മാത്രമേ അറിയുള്ളൂ. ശരിയാണോ അല്ലേ? നമ്മൾ ഈ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന ആൾക്കാർക്ക് ആ ഒരു പ്രദേശത്തെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. ഒരു റൂമിൽ ജീവിക്കുന്ന ആൾക്കാർ ആ ഒരു റൂമിനെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റൂ. ആണോ അല്ലേ? ഒരു ബിൽഡിംഗ് മൊത്തം ചുറ്റുന്ന അതിന്റെ കാവൽക്കാരന്, അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന്റെ മൊത്തം മേൽനോട്ടം വഹിക്കുന്ന ആൾക്ക് ആ ബിൽഡിങ്ങിന്റെ ഓരോ മുക്കുമൂലയെ കുറിച്ച് പറയാൻ സാധിക്കും. എന്നാൽ ആ ബിൽഡിങ്ങിൽ താമസിക്കുന്ന ഒരു താമസക്കാരന് ആ ഒരു റൂമിനെ കുറിച്ച് മാത്രമേ പറയാൻ സാധിക്കൂ. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നടക്കുന്നു, താഴെ നിന്ന് നടക്കുന്നു, അതിന് ബാത്റൂം സൈഡിൽ നിന്ന് നടക്കുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അയാൾക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ശരിയാണോ അല്ലേ? ലൈഫിൽ നമ്മളൊക്കെ പലതും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് പഠിച്ചു, നാം എന്ത് നേടി, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ എന്റെ ചർച്ചകൾ. നിങ്ങൾക്ക് ചോദിക്കാം, ആൻസർ അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എന്റെ ലൈഫിൽ ഒരുപാട് സംഭവ ബഹുലമായ ഒരുപാട് കഥകൾ നടന്നിട്ടുണ്ട്. ഒരുപാട്. കാരണം നമ്മുടെ ഈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ കാലഘട്ടമാണ് അല്ലെ? നമ്മള് വളരെ കുട്ടിയാകുമ്പോൾ തന്നെ നാട് വിട്ടു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു 40-ന്റെയും 50-ന്റെയും ഇടമധ്യസ്ഥില്, അല്ലെങ്കിൽ ഒരു 30 പറയാം നമുക്ക്, 30-ന്റെയും ഒരു 55-60-ന്റെയും ഇടയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് ഭൂമിയിലെ എല്ലാ നിലക്കും, നമ്മുടെ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർ എല്ലാ നിലക്കും സുഖങ്ങളും ദുഃഖങ്ങളും കൂടിയ ജീവിതം അവർ അനുഭവിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ശരിയാണോ അല്ലേ? ശരിയാണ്. കാരണം വെച്ചാല് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ എങ്ങനെ ജീവിച്ചത്, നമ്മൾ ഇപ്പോഴാണെങ്കിൽ എങ്ങനെ ജീവിക്കുന്നത്, നമ്മുടെ മക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മക്കൾക്ക് നമ്മൾ സൗകര്യങ്ങൾ കൂടുതൽ കൊടുക്കുന്നുണ്ടോ, നമ്മുടെ മക്കൾക്ക് നമ്മൾ ഫ്രീഡം കൂടുതൽ കൊടുക്കുന്നുണ്ടോ, നമ്മുടെ മക്കള് നമ്മളെ ഭരിക്കാൻ നിങ്ങളൊക്കെ ഒരു തന്ത വൈബ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മക്കൾ നമ്മൾ ഒതുക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാം അല്ലേ? അപ്പം സുബൈർ ബാബുവിന് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ലൈഫ് നമുക്ക് ഒന്നേ ഉള്ളൂ. ഇത് നമുക്ക് തീർക്കാനുള്ളതല്ല, ലൈഫ് തീരാനുള്ളതാണ്. നമ്മൾ ലൈഫ് തീർക്കൊന്നും വേണ്ട. ഞാനോ നിങ്ങളോ കൊതിച്ചിട്ട് വന്നതല്ല ഈ ഭൂമിയിലേക്ക്. നമ്മൾ ഈ ഭൂമിയിലേക്ക് നമ്മുടെ മാതാപിതാക്കള് ഒരു പക്ഷേ എനിക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന് അവര് കൊതിച്ചിട്ടുണ്ടാവും. ശരിയാണോ അല്ലേ? നമ്മുടെ മാതാപിതാക്കള് എനിക്കൊരു കുഞ്ഞുമോൻ ജനിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു കുഞ്ഞുമോൾ ജനിക്കണം എന്നൊരു ആഗ്രഹം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും, നമ്മളെ മാതാപിതാക്കൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമ്മളാരും ആഗ്രഹിച്ചിട്ട് വന്നവരല്ല ഈ ഭൂമിയിലേക്ക്. ഈ ഭൂമിയിൽ ജനിക്കണം എന്ന് ഞാനോ നിങ്ങളോ പ്രാർത്ഥിച്ചിട്ട് വന്നവരല്ല നമ്മള്. നമ്മുടെ മാതാപിതാക്കളുടെ ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കാരണമായിരിക്കാം അല്ലെ നമ്മൾ വന്നത്. എന്നാൽ ഈ വന്ന നമ്മള്, ഈ അമ്മയും അച്ഛനും നമുക്ക് ഇഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന നമ്മള്, അവരുടെ ആ ഇഷ്ടത്തിന് ജീവിക്കണോ ജീവിക്കണ്ടേ എന്നുള്ളതിനെ കുറിച്ചായിരിക്കണം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണോ, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണോ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നാം ഇപ്പം ചിന്തിക്കണം. ഹലോ, ഇല്ല, ലൈവിലാ. നിങ്ങളെവിടെയാ? എപ്പോഴെത്താ?
ഓക്കെ ഓക്കെ എത്തിരി വിളിക്കുന്നാലേ ശരി. ഓക്കെ. അപ്പൊ നമ്മുടെ മക്കൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ കൊടുത്തു അത് കുറച്ച് ഓവറായി പോയോ? അതായത് നമ്മൾ പറയാറുണ്ട്, നമ്മൾ കൃഷികൾക്ക് വളം ചെയ്യുമ്പോൾ അതിനൊരു അളവുണ്ട് അല്ലെ? നമ്മൾ വാഴയ്ക്കായാലും കപ്പയ്ക്കായാലും നമ്മൾ വളം ചെയ്യുമ്പോൾ അത് അതിന് കറക്റ്റ് ഇട്ടോളണം. ഓവറായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതൊന്നില്ലെങ്കിൽ കേടുവന്ന് പോകും, അല്ലെങ്കിൽ ഉണങ്ങി പോകും. മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ട്. ഇതൊക്കെ എന്റെ അനുഭവത്തിലുള്ള കഥകളാണ് പറയുന്നത്. ഞാനൊരു ടിഷ്യൂ കൾച്ചറിന്റെ ചെറിയ വാഴ ഉണ്ടല്ലോ, 20 രൂപക്ക് 30 രൂപ കിട്ടുന്ന ചെറിയ വാഴ തൈ വെച്ചു. അത് അവര് അപ്പം തന്നെ തന്നപ്പോ തന്നെ പറഞ്ഞിരുന്നു, അതിന്റെ അവര് നമ്മളോട് പറഞ്ഞു അതിൽ കൂടുതൽ ഇംഗ്ലീഷ് വളം ഒന്നും ഇടരുത്, അത് ജൈവവളം മാത്രം ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് കരുതി, ഞാൻ ജൈവവളം ഇട്ടപ്പോ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ വരികയാണ് ആ വാഴ തൈ. അതില് ഞാൻ റബ്ബറിന് കുറച്ച് 20-20 അന്നത്തെ കാലത്ത് 20-20 കുറച്ച് വളം കൊടുത്തു വെച്ചിരുന്നു, ഇംഗ്ലീഷ് വെള്ളം. എന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഈ ഇത് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ടല്ലോ, പെട്ടെന്ന് വളരണം എന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു, ആ ഇംഗ്ലീഷ് വളം ഈ ടിഷ്യൂ കൾച്ചർ വാഴയുടെ തൈയുടെ ചുറ്റുഭാഗത്തും ഞാൻ ഇട്ടു. 3-ാമത്തെ ദിവസം ആ വാഴ തൈ ഇങ്ങനെ വിളഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഉണങ്ങി പോവുകയുണ്ടായത്. അപ്പൊ അതുപോലെയാണ് നമ്മുടെ മക്കൾക്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓവറായിട്ട് നമ്മൾ അവരെ ബൂസ്റ്റ് ചെയ്യും, ഓവറായിട്ട് നമ്മൾ അവർക്ക് പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മക്കൾക്ക് സമ്മർദ്ദം കൊടുക്കുന്നില്ല, മക്കൾക്ക് ജീവിക്കാനുള്ള കരുത്ത് മക്കൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പരമാർത്ഥമായ സത്യം അല്ലെ? നമ്മുടെ മക്കൾക്ക് പോരാടാനുള്ള കഴിവില്ല, ഒരു വീരനാകാനുള്ള ഒരു കഴിവ് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നില്ല. അത് എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ അങ്ങനെ കൊടുക്കാതെ പോകുന്നു? എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല? എന്നാൽ മക്കൾക്ക് അമിതമായിട്ട് അത് എന്റെ കുട്ടിയാണ്, എന്റെ കുട്ടി തെറ്റൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മള് മക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സവിശേഷത നമ്മളിൽ ഉണ്ട്, എന്നിലുണ്ട്, നിങ്ങളിലും ഉണ്ട്. അത് മാറ്റിയാലേ നമ്മളെ മക്കള് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പൊ നമ്മളെ മക്കളെന്ന് പിടിച്ചാൽ കിട്ടില്ല. നിങ്ങൾ നോക്കുക, നമ്മളൊരു വീട്ടിലൊരു പശുക്കിടാവ്, നമ്മളൊരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന് ചെറിയ കിടാവ് ഉണ്ടാവും, അതിന് കഴുത്തിലൊരു കയറിട്ട് അതിന് പിടിച്ചാൽ കിട്ടും. എന്നാൽ ആ പശുക്കിടാവിനെ നമ്മൾ ആ പിടിച്ച് വളർത്തി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആ കയറുമ്പോൾ പിടിക്കുന്നതോട് കൂടി ആ പശുക്കിടാവ് നമ്മുടെ കയ്യിലേക്ക് വരും. എന്നാൽ ഒരു കയറൊന്നും ഇടാതെ ഒരു പശുക്കിടാവ് നമ്മൾ വളർത്തുകയാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അതിന്റെ കഴുത്തിലേക്ക് നമ്മൾ കയറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആ സുപ്രഭാതത്തിൽ ആ കയറും കൊണ്ട് നമ്മളെയും വലിച്ചിട്ട് ആ പശുക്കിടാവ് പോവും എന്നുള്ള കാര്യം മറ്റൊരു സത്യമാണ്. ആണോ അല്ലേ? അതാണ് ഇപ്പൊ നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് നേരിടുന്ന ദുരനുഭവം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തെല്ലാമാണ് ഇപ്പൊ ഈ 2025 എത്ര കൊലപാതകം, അത് ആരെ കൊന്നു, എന്തിനെ കൊന്നു, എങ്ങനെ കൊന്നു, ഈ കൊല്ലുന്നവനും അറിയില്ല, അതുപോലെ ചാകുന്നവനും അറിയില്ല എന്നെ എന്തിനാണ് ഇവൻ കൊന്നത്, അല്ലെങ്കിൽ എന്തിനാണ് എന്റെ കൈ ഇവൻ അടിച്ചത് എന്നുള്ളത് ഈ അടി കിട്ടിയവനും അറിയില്ല, ഈ അടിച്ചവനും അറിയില്ല ഞാനിപ്പോ എന്തിനാ അവനെ അടിച്ചത്. അടിയെല്ലാം കഴിഞ്ഞിട്ട് ഇവന്റെ ബോധം ഇതൊക്കെ രണ്ടാമത് റിയായിട്ട് ഓപ്പൺ ആകുമ്പോഴാണ് അവൻ ചിന്തിക്കുന്നത്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ എന്റെ സുഹൃത്തിനെയാണല്ലോ അടിച്ചത്, അല്ലെങ്കിൽ ഞാൻ എന്റെ അച്ഛനെയാണല്ലോ അടിച്ചത് എന്ന് ഇവന് വരികയാണ്. അപ്പൊ ഇതിന് നമ്മള് ഭരണാധികാരികൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് വെച്ചാൽ 100% പങ്കുണ്ട്. കാരണം വെച്ചാല് നമ്മുടെ സർക്കാരിന് എല്ലാം ചെയ്യാൻ സാധിക്കും. ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. നമ്മുടെ സർക്കാർ 100% ക്ലിയർ ആണ്. എല്ലാ സർക്കാരുകളും, അത് കേന്ദ്രമായാലും കേരളമായാലും അതർ സ്റ്റേറ്റിലെ എല്ലാ സർക്കാരുകളും 100% പക്കയാണ്, പെർഫെക്റ്റ് ആണ്, ഒരു സംശയമില്ല. അത് നമ്മൾ തെളിയിച്ചതാണ്, നമ്മൾക്ക് അവർ തെളിയിച്ച് തന്നതുമാണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സർക്കാരിന് വേണം എന്ന് കരുതി കഴിഞ്ഞാൽ ഈ മയക്കുമരുന്നും മാഫിയകളൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് നിർത്താൻ സാധിക്കും. ഒരു ദിവസം മതി അവർക്ക്, മണിക്കൂറുകളും വർഷങ്ങളൊന്നും അവർക്ക് വേണ്ട. ഒരു ദിവസം, മാക്സിമം ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം വർഷങ്ങളോളം ഇവർക്ക് അതിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സത്യം. കാരണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കും എന്ന് സുബൈറോപ്പ് പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, കോവിഡ് സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട എന്ന് തീരുമാനിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പച്ചക്കറി സാധനത്തിനോ ഒരു അരിക്കോ ഒരു കടയിലേക്ക് പോകുമ്പോൾ ആ കടയിലേക്ക് കവലയിൽ എവിടെയെങ്കിലും ഒരു പോലീസുകാരുണ്ടാവും, അല്ലെങ്കിൽ മഫ്തിയിൽ ഒരു പോലീസുകാരുണ്ടാവും. എന്നിട്ട് ചോദിക്കാൻ, ഓയ് ഇവിടെ വാ, എങ്ങോട്ടാ പോകുന്നത്, ഈ ചോദ്യം ഇവർ നമ്മോട് ചോദിച്ചിരുന്നു ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലത്. അതെന്താ വെച്ചാൽ നമ്മളെ നിയന്ത്രിക്കാൻ ഒരു ഭരണകൂടം നമുക്ക് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്, ഭരണകൂടം പോയിട്ടൊന്നുമില്ല. എന്നാൽ ആ ഭരണകൂടം ഇപ്പോ നമ്മളിൽ അത്ര ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ അത്ര ശ്രദ്ധിക്കുന്നില്ല. അതല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കവലകളിലേക്ക് മക്കൾ ഇറങ്ങുമ്പോൾ ആ കവല നിയന്ത്രിക്കാനുള്ള ഒരു അധികാരം നമ്മുടെ ഭരണാധികാരി ഏറ്റെടുത്താൽ മതി. കാരണം മഫ്തി പോലീസിലും അല്ലെങ്കിൽ പോലീസിന്റെ മറ്റുള്ള സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ട്, അവരെ ഏൽപ്പിച്ചാൽ മതി. അതത് ഭാഗങ്ങളിൽ സന്നദ്ധ സംഘടനകളുണ്ട്, പോലീസിന്റെ ട്രെയിനിങ് കിട്ടിയ മക്കൾ നമ്മുടെ ഓരോ ഗ്രാമങ്ങളിൽ 2, 3, 4 പേരുണ്ട്. അവർക്ക് ഉത്തരവാദിത്വം കൊടുക്കുക. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, നിന്റെ നാട്ടിലെ ഏതെങ്കിലും ഒരാൾ ലഹരിക്ക് അടിമായി കഴിഞ്ഞാൽ, മോനെ നീ അത് പറഞ്ഞോളണം, നിന്റെ പേര് ഞങ്ങൾ പറയില്ല, നിന്റെ പേര് ഒരിക്കലും പറയില്ല, അവനെ പൊക്കേണ്ട രീതി ഞങ്ങൾ പൊക്കിക്കോളാം എന്ന് അവർക്കൊരു അധികാരം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്കൊരു മേലധികാരം കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ പറയാം, ഇതാ ഇന്ന നാട്ടില് വണ്ടൂരിലാണെങ്കിൽ വണ്ടൂർ, മലപ്പുറത്താണെങ്കിൽ മലപ്പുറം, എറണാകുളത്താണെങ്കിൽ എറണാകുളം, അതെല്ലാം കണ്ണൂരാണെങ്കിൽ കാസർഗോഡാണെങ്കിലും ഇതാ ഈ ഭാഗത്ത് ഇന്ന ആൾക്കാണ് ഉത്തരവാദിത്തം. ആ ഗ്രാമപ്രദേശത്ത് ആ പോലീസുകാരോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ക്ലാസ് പോലെ സംഘടിപ്പിച്ചിട്ട് പറയാം, ഇവിടെ 10 പേർക്ക് പോലീസിന്റെ
ഇൻചാർജിൽ പോലീസിന്റെ ഉത്തരവാദിത്തോടു കൂടി ഞങ്ങൾ ഇവിടെ 5 പേർക്ക് നിങ്ങളെ ഈ ചെറിയ കവലകളിൽ ആകെ 50-60 ആൾക്കാർ മാത്രം കൂടുന്ന ഈ കവലകളിൽ 5 പേർക്ക് ഞങ്ങൾ ഉത്തരവാദിത്തം തരുന്നു. നിങ്ങളുടെ കസ്റ്റഡിയിലാണ്. ഇവിടെ ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവരെ കൈകാര്യം ചെയ്യാം. നിങ്ങൾ അവരെ ഉടനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുക എന്നൊരു അധികാരം നിങ്ങൾ കൊടുത്തു നോക്ക്. ഈ നാട് നന്നാകുന്ന്. ആരെ പറഞ്ഞ നന്നാവില്ലാന്ന്? പക്ഷെ ഇതൊന്നും വേണ്ടാന്ന് വെക്കാണ് നമ്മുടെ സർക്കാരുകൾ. ഇത് വേണ്ടാന്ന് വെക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് നന്നാവാതെ പോകുന്നത്, അല്ലേ? നമ്മുടെ ജീവിതം എങ്ങോട്ട്? നാം ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം ആർക്ക് വേണ്ടി? നമ്മൾ ജീവിച്ചിട്ടുണ്ടോ ഭൂമിയിൽ? നമുക്ക് സന്തോഷം എന്താണെന്നറിയോ? നമുക്ക് ആനന്ദം എന്താണെന്നറിയോ? നമുക്ക് സ്നേഹം എന്താണെന്നറിയോ? വാത്സല്യം എന്താ നിങ്ങൾക്ക് അറിയോ? അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. അനുഭവിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെ? നമ്മള് മുമ്പൊക്കെ നമ്മൾ ഒരാളെ പ്രശംസിക്കുകയാണെങ്കിൽ പറയും, ഓ നീ എന്നെ വല്ലാതെ പുകഴ്ത്തല്ലേ എന്ന് പറയും. പ്രശംസ ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരാളിപ്പോ എന്നെ പറ്റി പറയാം, സുബൈറപ്പോ നിങ്ങൾ ഭയങ്കര സംഭവട്ടോ, നിങ്ങളെ ബ്ലോഗിങ് ഭയങ്കര ഇഷ്ടാട്ടോ, നിങ്ങളെ സംസാരം ഭയങ്കര ഇഷ്ടാട്ടോ എന്ന് എന്നോട് ഒരാൾ പറയണെങ്കിൽ, എടാ എന്താണ് എന്നെ എങ്ങനെ നീ വല്ലാതെ ഹെയറിൽ കയറ്റല്ലേ എന്ന് ഞാൻ തന്നെ ഇയാളോട് പറയും. പിന്നെ ആ ആള് നമ്മളെ പറ്റി പറയില്ല. പക്ഷെ ആ സമയത്ത് ഓക്കെ നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ മനസ്സിൽ തട്ടിക്കൊണ്ടാണ് പറഞ്ഞതെങ്കിൽ താങ്ക് യു. തിരിച്ച് ഈ രീതിയിലായിരിക്കണം നമ്മുടെ സംസാരം. അതാണോ നമ്മൾ സംസാരം? അതാണ് റിപ്ലൈ കൊടുക്കാറുള്ളത്. നേരെ മറിച്ച് നമ്മളെ പറ്റി നെഗറ്റീവ് പറയുകയാണെങ്കിൽ, എടാ നിനക്ക് ചിറി കൂടെ കിട്ടും, നീ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, നിന്റെ അച്ഛന്റെ അത് അമ്മന്റെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ അപ്പോൾ സ്പോട്ടിൽ നമുക്ക് പ്രതികരിക്കുകയും ചെയ്യും. ഇതാണ് മനുഷ്യരുടെ രീതി. ഒരു നല്ല വാക്ക് നമ്മളോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ നല്ല വാക്ക് പറഞ്ഞ ആളോട് ഒരു താങ്ക് യു എന്ന് പറയാൻ, ഒരു നന്ദി ഉണ്ട് കേട്ടോ എന്ന് പറയാൻ പോലും നമുക്ക് മനസ്സ് കാണിക്കാറില്ല. നേരെ മറിച്ച് നമ്മളെ പറ്റിയ ഒരാൾ നെഗറ്റീവ് ആണ് പറയുന്നെങ്കിൽ ഓൺ സ്പോട്ടിൽ നമ്മൾ റിയാക്ട് ചെയ്യുകയും ചെയ്യും, ഇല്ലേ? മാറ്റം വരുത്തണം. നമ്മൾ മാറി ചിന്തിക്കണം. നമ്മുടെ മക്കളെ കുറിച്ച് തന്നെ ആയിരിക്കട്ടെ നമ്മൾ ഇന്നത്തെ ചർച്ച. നമ്മുടെ മക്കൾ എങ്ങോട്ട് എന്നുള്ള ആ ഒരു ഗൗരവകരമായ വിഷയം നമ്മൾ അത് കേരളക്കാരെ മൊത്തത്തിൽ ഏറ്റെടുക്കണം. ഞാൻ ആ പറഞ്ഞ പോയിന്റ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. നിങ്ങളത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ നാട്ടുകൂട്ടങ്ങളിൽ ഈ ഒരു തീരുമാനങ്ങൾ എടുക്കുക. ഞങ്ങളുടെ നാട്ടിലേക്ക് ഏകദേശം ഓരോ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞ തീരുമാനം എടുത്തു കഴിഞ്ഞു. കാരണം നമ്മൾ ആരും ചിന്തിക്കുന്നില്ല, എന്റെ മോനെ ഞാൻ ഫ്രീ ആയിട്ട് വിടുകയാണ്. എന്റെ മോനോട് ഞാൻ പറയാം, മോനെ നീ കടയിൽ പോയിട്ട് സാധനമായിട്ട് പോവാ. അപ്പൊ അവന്റെ സുഹൃത്തുക്കളുണ്ടാവും, എടോ ഇന്നും നിന്റെ അച്ഛനമ്മ നിന്നെ വിട്ടില്ലേ, നീ എന്താടാ നീക്ക് എത്ര വലിപ്പുണ്ടല്ലോ, ഇപ്പോഴും അച്ഛന്റെയും അമ്മാന്റെയും സംസാരം കേട്ട് വീട്ടിലിരിക്കുക, ഉളുപ്പുണ്ടല്ലോ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവന്റെ ആ ഒരു നമ്മളെ വീട്ടിൽ നിന്നുള്ള ആ കെട്ടഴിച്ചിട്ട് ഇവർ വലിച്ചു കൊണ്ടുപോകും അങ്ങാടിയിൽ കൊണ്ടേ കെട്ടാൻ. ആണോ അല്ലേ? അതിനെയാണ് നമ്മൾ ഭയക്കേണ്ടത്. ആ കെട്ടില് നമ്മളെ കെട്ട്, അതായത് നമ്മുടെ വീട്ടിലെ ആട്ടിൻകുട്ടിയെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മാൻകുട്ടിയെ മറ്റൊരാൾ കൊണ്ടേ ചന്തയിൽ കെട്ടിയിട്ട് ആ ചന്തയിൽ നിന്ന് കിട്ടുന്ന ആ വേസ്റ്റ് കഴിക്കേണ്ട അവസ്ഥ ആർക്കുണ്ടാ പാടില്ല? നമ്മളെ വീട്ടിലെ മാൻകുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം ആ നമ്മളെ വീട്ടിലെ മാൻകുട്ടിയെ നോക്കി പരിപാലിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് നാം ഓരോരുത്തരും മനസ്സിലാവുണ്ടോ? കാരണം ഇന്ന് നമ്മുടെ സുബൈറോപ്പർ റിയൽ എസ്റ്റേറ്റ് ചാനലിൽ എന്റെ പ്രേക്ഷകരോട് എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടാറില്ല. ഞാൻ സംസാരിക്കാൻ വരാറുമില്ല. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ടൈം എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്റെ പ്രേക്ഷകർ എന്നെ ഇത്രയും ഫോളോ ചെയ്ത് എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷിച്ച് നല്ല വാക്കെങ്കിലും നല്ല എന്തെങ്കിലും നിങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ നിങ്ങൾ എന്നെ ഇത്രയും ഫോളോ ചെയ്ത് നിൽക്കുന്നത്. നിങ്ങളുടെ സമയം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഞാൻ ഈ കാര്യം വെട്ടി തുറന്ന് പറയുന്നത്. നമ്മുടെ മക്കളെ സംരക്ഷണം നമ്മുടെ കയ്യിൽ ഉൾക്കൊള്ളണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ കമ്മ്യൂണിറ്റിയെ വേർതിരിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും ആ കാര്യം. ഇന്നലെ ഞാൻ കണ്ണൂരിലേക്ക് പോകുമ്പോൾ ആ ഒരു കാര്യം എന്റെ സുഹൃത്തുമായി ഞാൻ പങ്കുവെക്കുകയുണ്ടായി. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സഹോദരങ്ങളാണ് ഏറ്റവും കൂടുതൽ തെറ്റിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിച്ചപ്പോ എനിക്കതൊന്ന് മനസ്സിലാക്കാൻ പറ്റി. ഏറ്റവും കൂടുതൽ ബോധവൽക്കരണം നടത്തുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ക്രൈസ്തവ വിഭാഗങ്ങളാണ് 2ാം സ്ഥാനത്തുള്ളത്. 3ാം സ്ഥാനത്ത് മാത്രമേ ഹൈന്ദവ വിഭാഗങ്ങളിൽ ബോധവൽക്കരണം വരുന്നുള്ളൂ. ഇത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ബോധവൽക്കരണം. എന്നാൽ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കാര്യം വ്യക്തമാവും. സുബൈറോപ്പ ഒരു വിമർശനത്തിന് വേണ്ടി കണ്ട് ഇത് പറയല്ല. സോഷ്യൽ മീഡിയയിലാണ് പറയുന്നത് എന്നാൽ 100% ബോധം ഉള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം എന്റെ വീഡിയോ ഇപ്പൊ തന്നെ എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് വേറെ ആൾക്കാർ വേറെ ചാനലിടും. അതൊക്കെ എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് 100% ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സഹോദരങ്ങൾ ഈ തെറ്റിലേക്ക് വല്ലാതെ പോകും? നിങ്ങളൊന്ന് കണക്കെടുത്താൽ മതി. മലപ്പുറം ജില്ലയിലാണെങ്കിൽ മലപ്പുറം ജില്ല, കാലിക്കറ്റിലാണെങ്കിൽ കാലിക്കറ്റ് ജില്ല, ഏത് ജില്ലയിലായാലും ശരി, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ആ വല്ല ബുക്ക് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റിലേക്ക് നീങ്ങുന്നത് അത് കള്ളാവട്ടെ, കഞ്ചാവട്ടെ, വ്യഭിചാരമാവട്ടെ, ഇതിൽ ഏതിലും നമ്പർ 1 ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ്. എന്താ കാരണം? അതിന്റെ കാരണം ഞാൻ നിങ്ങൾക്ക് 100% ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല. ബോധവൽക്കരണം മുസ്ലിങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇല്ല. ബോധവൽക്കരണമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ബോധവൽക്കരണം കിട്ടുന്നില്ല.
കാരണം ഒരു ബോധവൽക്കരണ ക്യാമ്പ് എന്ന് പറഞ്ഞ് നടത്തുമ്പോൾ അത് ഏത് വിഭാഗത്തിലായാലും, അത് സുന്നിയാട്ടെ, മുജാഹിദാട്ടെ, ജമാഅത്താട്ടെ, ഏത് വിഭാഗത്തിലാണ് ബോധവൽക്കരണം എന്ന പേരിൽ ഒരു ഫംഗ്ഷനോ ഒരു വയലോ ഒരു പരമ്പരയോ നടത്തുകയാണെങ്കിൽ അവിടെ നടക്കുന്ന 100% പിരിവിനുള്ള ബോധവൽക്കരണമാണ്. പിരിവ്. ഈ പിരിവ് കാരണമാണ് മക്കളെ വാട്ടിന് പോകുന്നത്. വയല് എന്ന് പറഞ്ഞാൽ, പ്രഭാഷണം എന്ന് പറഞ്ഞാൽ പോലും അതിന്റെ അതിന്റെ പിന്നണി എന്താണെന്ന് ചിന്തിക്കുമ്പോൾ പറയും അവിടെ ഒരു പള്ളി കയറ്റാന്, മദ്രസ് കയറ്റാന്. ഈ മദ്രസ് കയറ്റാനും പള്ളി കയറ്റാനും മാത്രമല്ലാതെ 100% ബോധവൽക്കരണത്തിന് വേണ്ടി മനുഷ്യർ നന്നാവണമെന്ന് സതുദ്ദേശത്തോടെ ഒരു പരമ്പര വെച്ച ചരിത്രം എവിടെ നിങ്ങളൊന്ന് പറഞ്ഞേ? എവിടെയെങ്കിലും ഉണ്ടോ? മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരോട് പറയുന്നത്. മുസ്ലിങ്ങൾക്ക് അറിവ് കൊടുക്കണം, ജ്ഞാനം കൊടുക്കണം എന്നൊരു ഉദ്ദേശത്തില്, സതുദ്ദേശത്തില് നിങ്ങളെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു പ്രഭാഷണം നടന്നിട്ടുണ്ടോ? ഉണ്ടോ? എന്റെ അറിവിലില്ല. അവിടെ ഏതെങ്കിലും ഒരു വലിയ വലിയ പ്രഭാഷകരെ കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ പിന്നിൽ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു പള്ളി കയറ്റണം, അവിടെ ഒരു മദ്രസ കയറ്റണം. ഇതാണ് ഫണ്ട് പിരിവ് എന്നല്ലാതെ വേറെ എന്താ ഉള്ളത്? അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രഭാഷണമായിരിക്കും അവിടെ ഉണ്ടാവുക. ഈ മക്കൾ തെറ്റിലേക്ക് പോകരുത്, തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഭവിഷ്യത്ത്, എന്താണ് അതിന്റെ ബുദ്ധിമുട്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോധവൽക്കരണം. ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഒരു തെറ്റിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ആക്ട് പ്രകാരം, ഇന്ത്യൻ നിയമപ്രകാരം അവന് വരുന്ന ശിക്ഷ ഇതാണെന്നും, അവന് ഒരു മുസൽമാനാണെങ്കിൽ, ഹൈന്ദവനാണെങ്കിൽ, ക്രൈസ്തവനാണെങ്കിൽ അവന് മതവിശ്വാസ പ്രകാരം അവനുള്ള ശിക്ഷ എന്താണ് എന്നുള്ളത് അത് മരിച്ചുപോയ ശേഷമേ കിട്ടത്തുള്ളൂ. ഏത് മതവിശ്വാസ പ്രകാരമുള്ള ശിക്ഷകളൊക്കെ. ജീവിച്ചിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ച് ഒരു ബോധവൽക്കരണ രീതിയിലുള്ള ഒരു പ്രഭാഷണം എവിടെയെങ്കിലും നടന്നത് നിങ്ങൾക്കറിയോ? ഇല്ല, നടന്നിട്ടില്ല, നടക്കാറുമില്ല. പല കഥകളും പറയാറുണ്ട്. ഖുർആനിലൊക്കെ തന്നെ നല്ല നല്ല കഥകളുണ്ട്, നല്ല നല്ല ചരിത്രങ്ങളുണ്ട്, നല്ല നല്ല ബോധവൽക്കരണ ക്യാമ്പയിൻ പോലെ നടന്ന ഒരുപാട് വിപുലമായ ഒരുപാട് ഖുർആൻ ആയത്തുകളൊക്കെ ഉണ്ട് അല്ലെ? എന്നാൽ അതൊന്നും അവർക്ക് ആവശ്യമില്ല. അവർക്ക് വേണ്ടത് എന്താണോ അവർക്ക് വേണ്ടെന്ന് അറിയാം. നിങ്ങൾക്ക് ഒരു പ്രഭാഷണം നടക്കുന്ന സമയത്ത് ഒരു പള്ളിയാണ് ലക്ഷ്യമെങ്കിൽ ആ പള്ളിയെ ബേസ് ചെയ്തിട്ടുള്ള അതിനെ കുറിച്ച് കുറച്ച് ആയത്ത് റെഡിയാക്കിയിട്ടാണ് ഇവര് അതിന് വരിക. ആര് വരുന്നത്? ഈ ഉസ്താദുമാര് വരിക. എന്താണ് നിങ്ങൾ ആവശ്യം എന്ന് ചോദിക്കും. അപ്പൊ അവരെ ഫണ്ട് എത്ര? അപ്പൊ സുബൈർ ബാപ്പുവിനെ ഇപ്പൊ വീഡിയോ ചെയ്യാം, റിയൽ എസ്റ്റേറ്റ് വീഡിയോ ചെയ്യാം, വിളിക്കാന്നെങ്കിൽ സുബൈർ ബാപ്പുവിന്റെ റേറ്റ് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ റേറ്റ് എത്ര? അപ്പൊ ഞാൻ പറയാം എന്റെ റേറ്റിന്റെ ചാർജ് ഇത്രയാണ്. അതേപോലെ തന്നെ മതപ്രഭാഷകരായാലും, അത് ക്രൈസ്തവരിൽപ്പെട്ടവരായാലും, ഹൈന്ദവരിൽപ്പെട്ടവരായാലും, മുസ്ലിമാനിൽപ്പെട്ടവരായാലും അവരോട് അവരെ റേറ്റ് ചോദിക്കും. അവരുടെ റേറ്റ് ഒരു പക്ഷേ അത് ഞാനിപ്പോ എങ്ങനെ പറയാം, നിങ്ങൾ എന്റെ സെക്രട്ടറിക്ക് വിളിക്കിട്ടോന്ന് പറയും. എന്നിട്ട് ഈ സെക്രട്ടറിനോട് ഇയാൾ പറയും 25 പറഞ്ഞ 50 പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഈ പൈസ ഉറപ്പിച്ചിട്ട് അവന് കിട്ടേണ്ട ക്യാഷ് ആദ്യം ഉറപ്പിച്ചും, പിന്നെ കമ്മിറ്റിക്ക് കിട്ടേണ്ട ഇത്ര ബാസുള്ള ബോക്സ് വേണം, ഇത്ര സൗണ്ട് വേണം, ഇത്ര സ്ക്രീന് വേണം, ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു ലക്ഷറി രീതിയിലായിരിക്കും പ്രഭാഷണ പരമ്പരകളൊക്കെ നടക്കാറുള്ളത്. എത്ര ആൾക്കാർ കൂടും? 1000 ആൾക്കാരുണ്ടാകുക, 500 ആൾക്കാരുണ്ടാകുക. 500 ആൾക്കാരാണ് ഞാൻ വരില്ല, എനിക്ക് മിനിമം 1000 ആൾക്കാർ വേണം, അതിനനുസരിച്ച് നിങ്ങൾ വണ്ടി അനൗൺസ്മെന്റ് ചെയ്യണം, ആൾക്കാരെ കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്ക് ഇയാളുടേതായിട്ടുള്ള ലൈഫ് മെച്ചൂരിറ്റി പെടുത്താനല്ലാതെ ഏതെങ്കിലും പ്രഭാഷകര്, എന്റെ അറിവിൽ അങ്ങനത്തെ അറിയുന്ന പ്രഭാഷകരില്ല. എനിക്ക് പൈസ ഒന്നും വേണ്ട, എനിക്ക് സാധാ ഒരു ബോക്സ് മതി, 100 ആൾക്കാരാണ് 100 ആൾക്കാർ മതി, അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രഭാഷണം ഞാൻ നടത്തിക്കോളാം എന്ന് പറയാൻ പറ്റുന്ന എത്ര പ്രഭാഷകർ മുസ്ലിംസിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെ ഞാൻ പറയുന്നത്, മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ വ്യഭിചാരം ചെയ്യുന്നതും കള്ളും കുടിക്കുന്നതും അതുപോലെ തോന്നിയാസങ്ങൾ ഉൾപ്പെടുന്നതും കള്ളിലും കഞ്ചാവിലും കളവിലും ഒക്കെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് പെട്ടിട്ടുള്ളത്. ഇത് സുബൈർ ബാപ്പുവിനോട് പറഞ്ഞത് എന്നെ കല്ലെറിയുന്ന കണ്ട. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്ക്, നിങ്ങളുടെ പരിസരങ്ങളിലുള്ള ഓരോ വീടുകളും അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ള ഓരോ മൈൻഡുകളും ഇങ്ങനെ വരുന്നില്ല, ഇത് ഇങ്ങനെ വരുന്നില്ലേ? ഇപ്പോ വരുന്നില്ലേ? ശരിയാണ്, സുബൈർ ബാബു പറഞ്ഞത് ശരിയാണ്. അവിടെ മുഹമ്മദ് ഖാന്റെ കുട്ടി, അവിടെ അനീഫ് ഖാന്റെ കുട്ടി, അവിടെ ശരിയാണ് അലിവിയ ഖാന്റെ കുട്ടി അല്ലേ? ഓർമ്മ വരുന്നില്ലേ? എന്താ കാരണം? നിങ്ങൾ ചിന്തിക്ക്. ഒരിക്കലും ഹാജിയാരുടെ മോള് അല്ലെങ്കിൽ ഹാജിയാരുടെ മോന് അതങ്ങനെ ചെയ്യും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അത് നോക്കായി, അതാ പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റിന്റെ മകനാ, കഞ്ചാവ് കേസില്, MDMA കേസില്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരസ്പരം പിന്നീട് പീഡിയക്കൊലം നമുക്ക് ചർച്ചക്ക് കിട്ടും. പക്ഷേ അത് ഇന്ന് നീ മറ്റുള്ളവന്റെ മോനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ നാളെ ഇതേ ചർച്ച നിന്റെ മോനെ കുറിച്ച് മറ്റുള്ളവർ ചെയ്യും എന്നുള്ളത് നീ ചിന്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ലൈഫ് നമുക്ക് ആനന്ദിക്കാനുള്ളത് തന്നെയാണ്, ആഘോഷിക്കാനുള്ളത് തന്നെയാണ്. പക്ഷെ ആനന്ദം അച്ഛനമ്മമാരെ മുന്നിലായിരിക്കണം, ആഘോഷം നാട്ടുകാരുടെ മുന്നിലായിരിക്കണം. ആനന്ദം ബിവറേജിലാവരുത്, ആഘോഷം ജയിലിലും ആവരുത്. ഇതേ സുബൈർ ബാബു പറയുന്നുള്ളൂ. ശ്രദ്ധിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ അനിയനെ എന്നുള്ള നിലക്കോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എന്നെ വിലയിരുത്താം. എന്റെ ലൈഫ് വളരെ നീണ്ട ലൈഫാണ്. ഞാൻ എന്റെ കുട്ടിക്കാലം
ഇപ്പോഴും ഓർക്കുന്നു. ആ ഒരു കുട്ടിക്കാലത്ത് ആ ജീവിച്ച ആ ഒരു പ്രതിസന്ധി കാലം, ആ പ്രതിസന്ധി കാലത്ത് ജീവിച്ചത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഇത്ര മെച്യൂരിറ്റിയായി വന്നതിന് ശേഷം ഇന്നിപ്പോ ഈ ഇരിക്കുന്ന കാറിൽ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ഈ കാറില്ലാതെ ഒരു സമയത്ത് വട്ടുരുട്ടി നടന്നിരുന്നു ഞാൻ. ഈ സൈക്കിളില് അന്ന് സൈക്കിൾ വാങ്ങാൻ എനിക്ക് കപ്പാസിറ്റി ഇല്ല, ബൈക്ക് വാങ്ങാൻ കപ്പാസിറ്റി ഇല്ലാതെ ബൈക്കിന് വേണ്ടി ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. സൈക്കിൾ എല്ലാ കുട്ടികൾക്കും സൈക്കിൾ ഉണ്ടാകുമ്പോൾ എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയ്ക്കും സൈക്കിൾ വാങ്ങി തരാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. മനസ്സിലാവുണ്ടോ? അങ്ങനെയൊക്കെ ഇരുന്ന് കരഞ്ഞവനാണ് ഞാൻ. അന്ന് നിങ്ങൾക്കറിയാലോ, നമ്മൾ ചെരുപ്പ് കൊണ്ട് വട്ടുരുട്ടിയിട്ട് നമ്മളിങ്ങനെ ഈ എന്താ പറയാ കപ്പന്റെ കമ്പ് കൊണ്ട് നമ്മൾ വട്ടുരുട്ടി സ്റ്റാറിംഗ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ തിരിച്ചു നടന്നൊരു കുട്ടിക്കാലൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ നമ്മൾ സൈക്കിളിന്റെ റിം എടുത്ത് സൈക്കിളിന്റെ ടയർ എടുത്ത് ഓടിയൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു നമുക്ക് സൈക്കിളിന് പകരം കടയിൽ പോയി സാധനം കൊണ്ടുവരാന്ന് പറയുമ്പോൾ നമ്മളുണ്ടാവും നമ്മുടെ സൈക്കിളിന്റെ ടയർ ഉണ്ടാവില്ല, ആ ടയറും ആ ടയറിന്റെ അടുത്ത് തന്നെ നമ്മൾ ഇത്ര പോകുന്ന കമ്പം വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ വെച്ച് ഇങ്ങനെ തട്ടി ഇങ്ങനെ പോയിട്ട് നമ്മൾ എത്ര പെട്ടെന്ന് സാധനം കൊണ്ടുവന്നിരുന്നു കടയിൽ നിന്ന്. ഇന്ന് നമ്മളെ മക്കൾക്ക് സൈക്കിൾ വാങ്ങിക്കൊടുത്തിട്ട് ആ സൈക്കിൾ ആ സാധനം വാങ്ങിക്കൊണ്ടിരുന്ന പറയുമ്പോൾ മുട്ടായിക്ക് 10 രൂപ തരുമെന്ന് ചോദിക്കൂലേ നമ്മളെ മക്കള്? അല്ലേ? ചോദിക്കൂലേ? എന്നാൽ അന്നോ ആ അച്ഛന്റെ മകനാണ് നീ എന്ന് പറഞ്ഞു കൊടുക്കാൻ നിനക്ക് കഴിയണം. അത് കഴിയുന്നില്ല നിനക്ക്. നീ നിന്റെ കുട്ടിക്കാലം ഒളിപ്പിച്ചു വെക്കാണ്, നീ നിന്റെ കഷ്ടകാലം മറച്ചു വെക്കാണ്. പ്രവാസിയുടെ ചിന്തയാവരുത് നിന്റെ ചിന്ത. പ്രവാസി അവിടെ ദുരിതം അനുഭവിച്ചാലും ദുരന്തം അനുഭവിച്ചാലും പ്രയാസം അനുഭവിച്ചാലും സ്വന്തം ഭാര്യയോടും അമ്മയോടും സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും പറയാറില്ല. അത് പ്രവാസി ആയതുകൊണ്ട്. കാരണം ഞാനിവിടെ വന്ന് പെട്ടു, ഇനി എന്റെ ദുഃഖം അവരറിയണ്ട, അവരറിഞ്ഞ് അവരുടെ സന്തോഷമായ ജീവിതം അവര് സങ്കടപ്പെടണ്ട എന്ന് കരുതിയിട്ട് പ്രവാസി നീറ്റലോടെ ഓരോ ദിവസം തള്ളി നീക്കും. അത് പ്രവാസി. എന്നാൽ നീ പ്രവാസിയല്ല, നീ അച്ഛനാണ്, നീ അമ്മയാണ്. എന്റെ അച്ഛൻ അങ്ങനെയായിരുന്നു, എന്റെ അമ്മ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാനും വല്ലാതെ ആഡംബരത്തിൽ ജീവിക്കണ്ട എന്ന് നിന്റെ മക്കള് ചിന്തിക്കണം, ചിന്ത വെപ്പിക്കണം. നിനക്ക് കഴിയുന്നില്ലാടാ. നീ ഇപ്പോഴും ഞാൻ വളരെ കഷ്ടത്തിൽ അനുഭവിച്ച് എന്റെ മക്കള് അങ്ങനെ കഷ്ടം അനുഭവിക്കരുത്, ബുദ്ധിമുട്ട് അനുഭവിക്കരുത് എന്ന് നീ ചിന്തിക്കണം. പാടില്ല മക്കളെ. കാരണം നമ്മുടെ ലൈഫ് ഒന്നേ ഉള്ളൂ. ഈയിടെ എനിക്ക് വല്ലാത്ത സങ്കടം ഒരു സംഭവം ഉണ്ടായി. എന്താ വെച്ച് കഴിഞ്ഞാല്, ഞങ്ങളുടെ നാട്ടിലെ വളരെ പ്രഗത്ഭരൻ, വളരെ പേരും പ്രശസ്തിയും ജനങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളുടെ മോന് MDMA പെട്ടു. MDMA പെട്ട് 150 ദിവസമാണ് ജയിലിലത്. ഈ MDMA പെട്ട ആൾക്ക് ജാമ്യം കിട്ടാൻ കുറച്ച് പാടാണ്. എന്നാൽ ഇദ്ദേഹം പള്ളിയുടെയും മദ്രസിന്റെ ഒക്കെ സെക്രട്ടറിയായി ഒരുപാട് കാലം ആ നാടിന്റെ വിളക്കായി നിന്ന ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യന്റെ മോന് MDMA പെട്ടു എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാരെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ടാവും. നിങ്ങൾക്കുണ്ടാവില്ലേ? നിങ്ങളുടെ നാട്ടിലെ പള്ളി സെക്രട്ടറിയുടെ അല്ലെങ്കിൽ പള്ളി പ്രസിഡന്റിന്റെ ഒക്കെ മോന് MDMA പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം നാട്ടുകാരെ മൊത്തം ഉപദേശിക്കുന്നു, അയാളുടെ മോന് ഇങ്ങനെ ആയോ എന്നൊരു ചോദ്യം നമുക്ക് ഉണ്ടാവും അല്ലെ? നമ്മൾ ഈ പലരും അങ്ങനെ തന്നെ, ഈ പറയുന്ന സുബീർ ബാപ്പ അങ്ങനെ തന്നെ ആയിരിക്കാം. നമ്മള് MDMA പെട്ടു എന്ന് നമ്മളെ മക്കളെ നമ്മൾ ഉപദേശിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല അല്ലെ? നമ്മളെ മക്കളെ ഉപദേശിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. മറ്റുള്ളവരോട് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യം. ഇരുത്തി പറയണം. മക്കള് ഓരോ കാര്യങ്ങൾക്ക് ശാഠ്യം പിടിക്കുമ്പോ, എനിക്ക് ടൂർ പോകാൻ പൈസ വേണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുമ്പോ, മോനെ നീ ആൺകുട്ടിയാണ്, നീ തന്നെ അധ്വാനിച്ച് നീ ലോകം മുഴുവനും കറങ്ങാൻ നിനക്ക് കൊണ്ട് കഴിയും. നിനക്ക് കറങ്ങണമെങ്കിൽ നിനക്ക് കറങ്ങാൻ നീ പഠിച്ച് വളരെ എന്ന് പറഞ്ഞ് ആൺകുട്ടികളെ അവിടെ തടഞ്ഞു നിർത്താം. വേണമെങ്കിൽ പെൺമക്കൾക്ക് വേണമെങ്കിൽ ടൂർ പോകാനുള്ള അവസരം നമുക്ക് കൊടുക്കാം. കാരണം 18 വയസ്സ് 20 വയസ്സ് കഴിഞ്ഞ പെൺമക്കള് നമ്മളെ കൺട്രോളിൽ നിന്ന് പോകും. അവരുടേതായിട്ട് ലൈഫിലേക്ക് പോകും. അപ്പൊ അവർക്ക് വേണമെങ്കിൽ നമ്മളെ കുട്ടികൾ കല്യാണം കഴിച്ചാൽ പിന്നെ നമുക്ക് അച്ഛൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇടപെടുന്ന ഒരു പരിമിതി ഉണ്ടല്ലോ. അതുകൊണ്ട് എന്റെ മോളെ ഞാൻ പറഞ്ഞേക്കട്ടെ എന്ന് കരുതി വേണമെങ്കിൽ പെൺകുട്ടികളോട് ആ ഒരു വാത്സല്യം സ്നേഹം നമുക്ക് കാണിക്കാം. ആൺമക്കളോട് പറയണം, മോനെ നിനക്ക് ടൂർ പോണോ, നീ അധ്വാനിക്ക്, നീ ജോലി ചെയ്യ് എന്ന് പറഞ്ഞ് അവരെ ആ രീതിയിൽ വളർത്താൻ എന്നാണോ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക്, ഒരു തന്ത എന്നുള്ള നിലയ്ക്ക്, ഒരു വാപ്പ എന്ന നിലയ്ക്ക് നിനക്ക് സാധിക്കുന്നത്, അന്ന് മാത്രമേ നീ നന്നാവുള്ളൂ. അല്ല, നീ നന്നാവാൻ പോകുന്നില്ല, നിന്റെ കുടുംബം നന്നാവാൻ പോകുന്നില്ല. അങ്ങനെ നിങ്ങളോട് പറയാം, ആ അച്ഛൻ MDMA പെട്ട മോന്റെ അച്ഛന്റെ ആ ഒരു സങ്കടം ഞാനിങ്ങനെ എന്റെ കണ്ണിൽ ഇങ്ങനെ കാണുകയാണ്. അദ്ദേഹം ആ ഇരുന്ന ഇരിപ്പും കാര്യങ്ങളൊക്കെ. നാളെ നിന്റെ മകനും, നാളെ ക്ഷേത്ര കമ്മിറ്റിയുടെ മോനും, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റും അല്ലെങ്കിൽ ചർച്ചിന്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ മകനൊക്കെ ഇതേ MDMA അടിമയാകും. അപ്പം സർക്കാർ അതിന് വേണ്ട രീതിയിൽ ഒരു തുടക്കം കുറിച്ചാൽ അത് നന്നാവും. അതല്ല നമ്മുടെ തമിഴ്നാട്ടിലെ കണ്ടല്ലോ പഞ്ചായത്ത്, അവിടെ നാട്ടാമയാണ് തീരുമാനിക്കുക. അവിടുത്തെ നാട്ടാമെന്നാണ് അവിടുത്തെ പഞ്ചായത്ത് ഭരണാധികാരി. പോലീസിന് നാട് അധികാരമല്ല.
അവിടെ തീർപ്പും കൽപ്പിക്കുന്നത് അതത് പഞ്ചായത്ത് നാട്ടാമ എന്ന് പറയും. അതേപോലെ ഓരോ പോലീസിനെ സർക്കാർ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ അതത് ഭാഗങ്ങളിലെ പള്ളി കമ്മിറ്റി, മഹല്ല് കമ്മിറ്റി നിയന്ത്രണം ഏറ്റെടുക്കുക, ക്ഷേത്ര കമ്മിറ്റി നിയന്ത്രണം ഏറ്റെടുക്കുക. നിങ്ങള് ക്ഷേത്ര കമ്മിറ്റി ഹൈന്ദവ സഹോദരങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുക. ക്രൈസ്തവ സഭകളുടെ പ്രശ്നങ്ങൾ ക്രൈസ്തവ കമ്മിറ്റി ഏറ്റെടുക്കുക. മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നം മുസ്ലിം പള്ളി കമ്മിറ്റി ഏറ്റെടുക്കുക. പ്രശ്നം അവിടെ തീരുവല്ലോ. എന്തേലും നിന്റെ മോനുണ്ടോ പറയാ, വാർണിംഗ് കൊടുക്കുക വീട്ടില്. ഈ പേരിൽ ഈ വീട്ടിൽ നിങ്ങൾ ഒരു നിക്കാഹോ നിശ്ചയോ കാര്യങ്ങൾ വരാൻ പാടില്ല. നിന്റെ മോനെ കഞ്ചാവിന് അടിമയാണ്, നിന്റെ മോനെ കള്ളിന് അടിമയാണ്. അതുകൊണ്ട് നിങ്ങളെ കുടുംബം ആരും ഇനി പള്ളിയിലേക്ക് വരാൻ പാടില്ല. ഈ പള്ളിയുമായിട്ട് നിങ്ങളെ സഹകരിപ്പിക്കില്ല എന്ന് ഗഡ്സോടെ ചുള്ളിയോടെ നീർന്ന് പറയാന് പള്ളി കമ്മിറ്റി കഴിയണം. അതെങ്ങനെ കഴിയണം? പള്ളി കമ്മിറ്റിയിൽപ്പെട്ട പല ആൾക്കാരുടെയും മക്കള് കഞ്ചാവിനും കള്ളിനും അടിമപ്പെട്ട് കിടക്കല്ലേ, അല്ലെ? ഇതല്ലേ സത്യം? അതാ പറഞ്ഞത്. വേലി വിളവ് തിന്ന കാലമായി പോയിന്ന്. അപ്പൊ നിയന്ത്രിക്കുക. നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ മക്കള് നശിച്ചു പോകും. ഞാന് നിങ്ങളുടെ നേരത്തെ തുടക്കം കുറിച്ച് അവിടെ തന്നെ വെച്ചുപോയി. അതായത് ക്രിസ്തീയ ഫാമിലിയിൽപ്പെട്ട ആൾക്കാര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താ അറിയില്ല. എനിക്ക് എന്റെ ഫോളോവേഴ്സിൽ ഒത്തിരി സഹോദരങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഞാൻ നിങ്ങളൊന്ന് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയില്ല. കാരണം നമുക്ക് മോട്ടിവേഷൻ ആയിട്ട്, നമുക്ക് ഉപദേശങ്ങളായിട്ട്, നമുക്ക് നല്ല അറിവുകൾ പറഞ്ഞു തരുന്നത് ഏറ്റവും കൂടുതൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ക്രൈസ്തവ സഹോദരങ്ങൾ. സുബൈർ അത് പറയുന്നത് മുസ്ലിങ്ങളോടും ഹൈന്ദവരോടുള്ള വെറുപ്പുകൊണ്ടാണെന്നല്ല, പക്ഷെ എന്റെ വ്യക്തിപരമായിട്ട് എന്റെ പേഴ്സണൽ കാര്യങ്ങളായിട്ടാണ് ഞാൻ പറയുന്നത്. അറിവുകൾ ഏറ്റവും കൂടുതൽ, ബിസിനസിന്റെ ടെക്നിക്കുകൾ പറഞ്ഞിരുന്നത്, അതുപോലെ അവർ എല്ലാത്തിലും ഒരു സ്റ്റെപ്പ് മുന്നിലായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ MDMA കേസുകളിലും ലഹരി കേസിലും മറ്റു പോലീസ് സ്റ്റേഷനിലും മറ്റൊക്കെ എത്ര ക്രിസ്തീയ കുടുംബങ്ങൾ ഉണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 ആൾക്കാർ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരും ഹൈന്ദവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരും ഉണ്ടെങ്കിൽ അതില് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ ഒരു 5 നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് കിട്ടുന്നില്ല? കാരണം അവരുടെ ജീവിത ശൈലി, അവരുടെ ആ ഒരു ഭക്തിസാന്ദ്രമായ ജീവിതം അത് വേറെ ലെവലാ. എല്ലാം അവരുടെ ഇപ്പൊ ഇന്നലെ എന്നോട് ഒരു ക്രൈസ്തവ സഹോദരൻ എന്നോട് പറയാം, നിങ്ങൾക്ക് എത്ര ആൾക്കാരുടെ എന്താ കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ മക്കളെ ശരിക്കും കൂട്ടിപ്പിടിച്ച് വളർത്താൻ കേട്ടോ. എന്നോട് പറയാം, എനിക്കൊരു ഉപദേശം തന്നാ ഞാൻ ആ ഒരു ഉപദേശം സ്വീകരിക്കുന്ന ഒരാളാണ്. എന്നോട് പറയാണ്, മക്കളെ ശരിക്കും കൂട്ടിപ്പിടിച്ച് വളർത്താൻ കേട്ടോ. കാരണം ഈ 15 വയസ്സായ കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് നമ്മളെ അച്ഛനമ്മമാരായിട്ടും അകലാൻ തോന്നുന്ന പ്രായമാണ്. ഒരു 13 വയസ്സ് വരെ മക്കളൊക്കെ നമ്മൾ ചട്ടുക്കും. പ്രായപൂർത്തി ആയി കഴിഞ്ഞതിന് ശേഷം അവരെ കൗമാരം അവർ പൊട്ടിപ്പറപ്പുന്നതോട് കൂടി അവർ നമ്മളിൽ നിന്ന് അകലും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളില്ലേ, ഈ ചെറിയ കുട്ടികൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ ചെറിയ കുട്ടികൾ പിച്ചിയെ മിച്ചിയെ അമ്മച്ചിയെ അപ്പച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വരും അല്ലേ? ആ ഓടി വരുന്ന ഓട്ടം നമുക്ക് വല്ലാതെ കൗതുകമുണ്ടാവും. അപ്പൊ മൂത്ത കുട്ടികൾ വീട്ടിലുണ്ടാവും. ആ മൂത്ത കുട്ടികൾ എന്താ സംഭവിക്കുക? അവര് നമ്മളെ മൈൻഡ് ചെയ്യേണ്ടാവില്ല. ഇത് 13 വയസ്സായി. ഇപ്പൊ എന്റെ അനുഭവം പറഞ്ഞു, എന്റെ വീട്ടില് ഈ 13 വയസ്സ് കഴിഞ്ഞ കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. ഈ 13 വയസ്സായ കുട്ടികൾ നമ്മൾ അത്ര വലിയ ശ്രദ്ധിക്കുന്നില്ല. നേരെ മറിച്ച് 5 വയസ്സും 6 വയസ്സായ കുട്ടികളാണെങ്കിൽ നമ്മളെ വാഹനത്തിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഓടി വരും. അതെന്താ നിങ്ങൾക്ക്? അത് അങ്ങനെയാണ് പ്രകൃതി. കാരണം അവർ നമ്മളിൽ നിന്ന് അകലെയാണ്. ആര്? ഈ 13 വയസ്സിന് മേലെ മക്കൾ നമ്മളിൽ നിന്ന് അകലെയാണ്. എന്നാൽ എന്താ സംഭവിക്കുന്നത്? മറ്റുള്ള കുട്ടികൾ 13 വയസ്സിന് താഴെ കുട്ടികളിൽ നമ്മളിൽ നിന്ന് അകലിച്ച തുടങ്ങിയിട്ടില്ല. അവർ നമ്മളിലേക്ക് അടുക്കും. അടുക്കുമ്പോൾ അവരിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കും. ഏത് ചെറിയ കുട്ടികളിലേക്ക് അകലെ എന്ന് കാണുമ്പോൾ ആ കുട്ടികളിൽ നിന്ന് നമ്മളും അകലാൻ തുടങ്ങും. പക്ഷെ ആ അകലിച്ച നമുക്ക് ഭയങ്കരമായിട്ട് ഡേഞ്ചറിലേക്കാണ് പോവുക. കാരണം നമ്മുടെ കുട്ടിയെ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ അവൻ മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോൾ, പെൺകുട്ടിയാണെങ്കിലും അവൻ മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ട് ലോകത്തേക്ക് പോകുമ്പോൾ അവരിപ്പോ അങ്ങനെ നമ്മളോട് വലിയ സ്നേഹം കാണിക്കുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് അച്ഛനമ്മമാര് അകലാൻ തുടങ്ങുമ്പോൾ മക്കളും അതിലേറെ അകലും. ഞാനൊരു എപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു തെങ്ങും ഒരു പനയും നിങ്ങൾ കുഴിച്ചിട്ടെന്ന് വെച്ചോ. പന പെട്ടെന്ന് വളരും. തെങ്ങിലാറെ സ്പീഡിൽ വളരുന്ന സാധനമാണ് പന. ഈ പന വളരുമ്പോ, ഈ തെങ്ങും പനയും ഒരുമിച്ച് വെച്ചതായാലും പന വളരുമ്പോ ഈ പന എന്താവും? തെങ്ങിന്റെ മുകളിലേക്ക് പന വളരുമ്പോ പനയുടെ അടിയിൽ വരുമ്പോ തെങ്ങിന്റെ വളർച്ച നിൽക്കും. അപ്പോ ഈ പനയുടെ ഈ പട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ തെങ്ങിന് വളരാനുള്ള സ്പേസ് അവിടെ കിട്ടുന്നില്ല. തെങ്ങ് അവിടെ മുരടിച്ച് നിൽക്കും. ഇനി അതല്ല, മറ്റുള്ള മരങ്ങളുടെ ഇടയിലാണ് ഈ തെങ്ങുള്ളത് എന്ന് വെച്ചോളി. അപ്പൊ ആ മറ്റുള്ള മരങ്ങൾ ഈ തെങ്ങിനെ ശല്യം ചെയ്യാൻ തെങ്ങിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാറുള്ളത്? ഈ തെങ്ങ് മറ്റുള്ള മരങ്ങളിൽ നിന്ന് അകന്ന് പോകും. തെങ്ങിന് എപ്പോഴും വേണ്ട എന്താണ്? ഫ്രീ ആണ്, പ്രൈവസിയാണ്, ഫ്രീഡാണ് അല്ലെ? മറ്റുള്ള മരങ്ങളെ പോലെയല്ല തെങ്ങിന്റെ മുകളിൽ മറ്റുള്ള മരം വന്നു കഴിഞ്ഞാൽ തെങ്ങ് നാളികേരം തെരല് നിർത്തും. എന്നാലും തെങ്ങ് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ നോക്കും. മറ്റുള്ള മരങ്ങളിൽ നിന്നൊക്കെ അകന്ന് തെങ്ങ് വളഞ്ഞൊക്കെ പോകുന്നത് കണ്ടിട്ടില്ലേ? നിങ്ങൾ നോക്കിക്കൊണ്ടു. സത്യസന്ധമായ ഒരു മരമാണ് തെങ്ങ്. ഈ തെങ്ങ് പോലെയാണ് മനുഷ്യൻ എന്നാണ് പറയാം. തെങ്ങിന്റെ കാഴ്ചപ്പാടാണ് മനുഷ്യന്റെ കാഴ്ചപ്പാട്. തെങ്ങ് എങ്ങനെ വെച്ചാൽ മനുഷ്യന് സ്നേഹം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരാണോ മനുഷ്യനെ സ്നേഹിക്കുന്നത് ആ ആളിലേക്ക് ആ മനുഷ്യനെ അടുക്കും.
ഈ ആളിൽ നിന്ന് മനുഷ്യൻ അകലും ചെയ്യും. തെങ്ങ് പോലെയാണ്. അപ്പം ഇതുപോലെ നമ്മൾ നമ്മളെ മക്കളെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ വളർത്തുക. അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് തീർച്ചയായും ഉപകാരം കിട്ടും. എന്റെ ഈ ചെറിയ ഒരു ഉപദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം.